നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. സ്വസ്ഥതയായിട്ട് ഇരിക്കുമ്പോൾ മാത്രം ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. രാവിലെയും രാത്രിയും ആവർത്തിച്ച് കാണുന്നത് കുറച്ചും കൂടെ നല്ലതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, വളരെ നല്ല രീതിയിലുള്ള ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലവരും വളരെ വിശ്വാസത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാകണം, അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഊർജവും വളരെ നല്ല രീതിയിൽ ഉയർന്ന തലത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ലോ വൈബ്രേഷനിൽ നിന്നും ഹൈ വൈബ്രേഷണൽ എനർജീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ഓരോ കാര്യവും പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വളരെ നല്ലൊരു പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹം തന്നെയാണ്. ശാരീരിക മാനസിക പരമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള സ്നേഹം, പ്രണയം, കരുണ, അട്രാക്ഷൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തി ദേഷ്യപ്പെട്ടാലോ അതിൻ്റെ അപ്പുറം ദേഷ്യമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ അതൊന്നും നമുക്കിവിടെ ഒരു പ്രശ്നമേ അല്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം ആഴമേറിയതും ആത്മാർത്ഥത നിറഞ്ഞതുമാണ്. ചെറിയൊരു കാലഘട്ടത്തേക്ക് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി വേർപെട്ട് നിന്ന ഒരു സാഹചര്യം ഉള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ വ്യക്തിയുടെ സാഹചര്യം കൊണ്ട് മാത്രമായിരുന്നു. ഉദാഹരണത്തിന്, ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഈ വ്യക്തിയുമായി സ്നേഹത്തിലായി, അതിനെക്കുറിച്ചുള്ള പേടി അല്ലെങ്കിൽ ഭയം, സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ളൊരു പ്രശ്നം. ഇനി അതല്ല, നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണ്, സിംഗിളായിട്ടുള്ള രണ്ടാൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ഹയറഫൻ കാർഡ് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ജാതി മത തരത്തിലുള്ള വേർതിരിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഈ വ്യക്തിയെ തളർത്തിയിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഈ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ചതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നടന്നിട്ടുണ്ടാകണം, സംസാരിക്കാതെ അകന്നു പോയിട്ടുണ്ടാകണം, താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകണം, വേറെ ആളുകളെ വിട്ട് നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഈ വ്യക്തി അറിയിച്ചിട്ടുണ്ടാകണം, ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകണം, നാട് വിട്ടു പോയതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെ പോയിട്ടാണെങ്കിലും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വളരെ സത്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളായിട്ട് ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന 2 വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തകർക്കുന്നുണ്ട്, നല്ല രീതിയിൽ മനസ്സിട്ട് അലട്ടുന്നുണ്ട്. കാരണം ഈ വ്യക്തി സന്തോഷത്തിലല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
അതുപോലെ ഇത് നമുക്കൊരു ആത്മമിത്രമായിട്ടുള്ള ഒരു ബന്ധമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷൻ. ചിലപ്പോൾ നിങ്ങൾ ബാല്യകാലം തൊട്ട് തന്നെ സുഹൃത്തുക്കളായിരുന്നായിരിക്കാം. നിങ്ങളുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നേരത്തെ അറിയാവുന്നതായിരിക്കാം. അങ്ങനെ വളരെ പരിചിതമായിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും വർഷങ്ങളായി പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം നന്നായി അറിയാം. പക്ഷേ ചില ഒരു കാലഘട്ടത്ത് അല്ലെങ്കിൽ ചില ഒരു സമയങ്ങളിൽ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്. കല്യാണത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്ന ഈ വ്യക്തി ചിലപ്പോൾ പിന്മാറിയതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സമയം വേണം എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിച്ചതായി കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥകളെല്ലാം മാറിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കുതിച്ചുയർന്ന് എത്താനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് വാൺസും 2 ഓഫ് കപ്സുമാണ് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടോ വളരെയധികം സമൂഹത്തിന് വളരെയധികം പേടിയുണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. നിങ്ങൾ തമ്മിലുള്ള പലതരത്തിലുള്ള പല കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ സ്വീകരിക്കാൻ കഴിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സമൂഹത്തിനോടുള്ള പേടി എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ഈ വ്യക്തിയുടെ കുടുംബവും ഏർപ്പെട്ടേക്കാം. അപ്പോൾ കുടുംബം സമ്മതിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർ സമ്മതിക്കാത്തത് കൊണ്ടും ഇവിടെ തടസ്സങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് സംശയമായി തുടങ്ങി, ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും എനിക്ക് നീതി ലഭിക്കില്ലേ എന്നുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വ്യാകുല ചിന്തകൾ അതൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും നീതി ലഭിക്കണം എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഈ വ്യക്തി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ വായന എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.